സർഗകേളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വിജയാശാന്തൻ കോമളപുരത്തിന്റെ ഒരു പ്രളയകാലത്ത് എന്ന നോവലിലെ ഒന്നാം ഭാഗം കേൾക്കാം. ഞാൻ എങ്ങോട്ടെന്നില്ലാതെ നടന്നു. അങ്ങനെ നടന്നു നടന്ന് പുഴയുടെ തീരത്തെത്തി. തീരസംരക്ഷണത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ബണ്ടിൽ കൂടിയായി എന്റെ നടത്തം. കൽക്കെട്ടിൽ കൂടി നടന്ന് പാലത്തിന്റെ അടുത്തെത്തി. പാലത്തിന് നല്ല ഉയരമുണ്ട്. പണ്ട് ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന കാലത്ത് നിർമ്മിച്ചതായതുകൊണ്ടാണ് ഇത്ര ഉയരം. ഞാൻ നടപ്പ് നിർത്തി. പുഴയിലേക്ക് കുറച്ചുനേരം നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അല്പനേരം അവിടെ ഇരിക്കണമെന്ന് തോന്നി. പാലത്തിന്റെ താഴെ ബണ്ടിൽ ഇരുന്നു. പുഴയിലേക്ക് അങ്ങനെ നോക്കിയിരിക്കാൻ ഒരു രസമൊക്കെ തോന്നി. പാദസരം കിലുക്കി ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് പുഴ ഒഴുകുന്നു. ബണ്ടിന്റെ സമീപത്തായി കിടക്കുന്ന വെള്ളാരം കല്ലുകൾ പെറുക്കി നദിയിലേക്കെറിഞ്ഞു. പാറക്കല്ലുകൾ വീഴുന്ന ആഘാതത്തിൽ വൃത്തങ്ങൾ രൂപപ്പെടുകയും അവ അല്പം വലുതായി ചലിക്കുകയും പിന്നീട് അപ്രത്യക്ഷമാകുകയും ചെയ്തുകൊണ്ടിരുന്നു. കാണാൻ നല്ല ചേല്. പയ്യെ പയ്യെ ഞാൻ പുഴയിലേക്കിറങ്ങി. ജലത്തിൽ എന്റെ പ്രതിബിംബം കണ്ടു. കണ്ണാടിയിൽ കാണും പോലെ എന്റെ രൂപം ഞാൻ കണ്ടു. തലയിൽ മുടി കുറഞ്ഞിരിക്കുന്നു. അങ്ങിങ്ങായി ഓരോ മുടിയിഴകൾ നരച്ചിട്ടുണ്ട്. നെറ്റി അല്പം കയറിയിട്ടുമുണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണ് എന്റെ രൂപം കാണുന്നത്. അതെങ്ങനെയാ? എന്നെപ്പറ്റി ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു ദിവസം വീട് വിട്ടു പോന്നതാണ്. നീണ്ട 12 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ലക്ഷ്മിയും മക്കളും എന്തു ചെയ്യുകയായിരിക്കും? ഇപ്പോഴും വഴിക്കണ്ണുമായി എന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കുമോ? ഗോപുമോന്റെ വിവാഹം കഴിഞ്ഞു കാണുമോ? മോൾ വളർന്ന് അമ്മയെപ്പോലെ സുന്ദരി കുട്ടിയായി കാണും. അമ്മയുടെ അപ്രതീക്ഷിത മരണം കുടുംബത്തിന്റെ തായ്വേര് തന്നെ ഇളക്കിയെന്ന് പറയുന്നതാവും ശരി. എന്നും അമ്മയുടെ അനുസരണയുള്ള ഓമന മകനായിരുന്നല്ലോ വിശ്വനാഥൻ. അമ്മയ്ക്ക് തന്നോടുള്ള വാത്സല്യം കണ്ടിട്ട് കൂട്ടുകാർ പലരും അസൂയപ്പെട്ടിട്ടുണ്ട്. ചിലർ പറയും, നാഥന്റെ അമ്മയാ അമ്മ. അമ്മമാരാണെങ്കിൽ ഇങ്ങനെ വേണം മക്കളെ സ്നേഹിക്കാൻ. വിശ്വനാഥൻ ഒറ്റ മകനില്ലേ? അതാ ശാരദയിടത്തേക്ക് ഇത്രയും സ്നേഹം. 2 സഹോദരിമാരുണ്ട്. അവർക്കും നാഥൻ എന്ന് പറഞ്ഞാൽ ജീവനാ. അമ്മയുടെ മനസ്സറിഞ്ഞു പെരുമാറി അമ്മയും ഞാനുമായുള്ള ബന്ധം അത്ര കെട്ടുറപ്പുള്ളതായിരുന്നു. ഒരു ശക്തിക്കും തകർക്കാൻ പറ്റാത്തത്ര ബലം. ഓരോ അമ്മയും തൻ്റെ പ്രാണനേക്കാൾ ഉപരിയായിട്ടല്ലേ മക്കളെ സ്നേഹിക്കുന്നത്. വലുതാകുമ്പോൾ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീഴുന്നത് പല കുടുംബങ്ങളിലും കാണാൻ കഴിയും. പക്ഷേ ഞാനും അമ്മയും അങ്ങനെയല്ല. ഞങ്ങളുടെ ഇടയിലുള്ളത് നിസ്വാർത്ഥ സ്നേഹമാണ്. എവിടെയാണോ സ്വാർത്ഥത തലപൊക്കുന്നത് അവിടെ സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നു. ആഗ്രഹങ്ങളാണ് സ്വാർത്ഥതയിലേക്ക് നയിക്കുന്നത്. അതിന് ഉദാഹരണമാണല്ലോ എൻ്റെ ചേച്ചിമാർ. അശ്വതി ചേച്ചിയാണ് മൂത്തത്. അശ്വതി ചേച്ചി പ്രായമായി വരുംതോറും അമ്മയ്ക്ക് വേവലാതിയും കൂടി. വീടിനോട് ചേർന്ന് കുറച്ച് നിലമുണ്ട്. അവിടെ നെല്ലും പച്ചക്കറിയും ചീരയുമൊക്കെ കൃഷി ചെയ്യും. അശ്വതി ചേച്ചിയും താരചേച്ചിയുമാണ് കൃഷിയിടം നനയ്ക്കുക. കൃഷിപ്പണിയിലും മറ്റും ചേച്ചിമാർ അമ്മയെ സഹായിക്കും. കൃഷിയിൽ നിന്നുമുള്ള വരുമാനം കൊണ്ടുവേണം വീട്ടിലെ ചിലവുകൾ നടത്താൻ. അയൽപ്പക്കത്തുള്ള കൊച്ചുകുട്ടികളെ ട്യൂഷൻ എടുത്ത് ഞാനും ചെറിയ വരുമാനമുണ്ടാക്കി. ഒരു ദിവസം അയൽവാസിയായ ബ്രോക്കർ മമ്മദിക്ക 2 പേരുമായി ഒരു ഞായറാഴ്ച കയറി വന്നു. ഒരാൾ ചെറുപ്പക്കാരനാണ്. മറ്റേയാളിന് പ്രായമുണ്ട്. മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. ഞാൻ ഉമ്മറത്തിരുന്ന് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയായിരുന്നു. പെട്ടെന്ന്
കുട്ടികളെ പറഞ്ഞു വിട്ടു. ഒരു മൂലയിലായി അടുക്കി വെച്ചിരുന്ന പ്ലാസ്റ്റിക് കസേരകൾ നിരത്തിയിട്ട് വന്നവർ ഇരുന്നു. മോനെ നാഥാ, അമ്മയുണ്ടോ? മമ്മദയ്ക്കയുടെ ചോദ്യത്തിന് ഉണ്ടെന്ന് മറുപടി കൊടുത്തു. ഇത് പെണ്ണിന്റെ അനുജനാ. പേര് വിശ്വനാഥൻ. നാഥനെന്ന് വിളിക്കും. മമ്മദയ്ക്ക ഞാൻ ആരാണെന്ന് കൂട്ടത്തിൽ വന്നവരോട് വിശദീകരിച്ചു. ഞാൻ ഓടി അമ്മയുടെ അടുത്തെത്തി കാര്യം ഗ്രഹിപ്പിച്ചു. അമ്മ വെപ്രാളപ്പെട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. ശാരദയെടുത്തി വന്നാട്ടെ. ചെറുപ്പക്കാരനെ ചൂണ്ടി മമ്മദിക്ക തുടർന്നു. ഇതാ ചെറുക്കൻ. പേര് അശോകൻ. കയറ്റാഫീസിലാ ജോലി. കൂടെയുള്ളത് അമ്മാവനാ. പേര് നാരായണൻകുട്ടി. മുഹമ്മക്കാരാ. ചെറുക്കന് ഒരു ചേട്ടനുണ്ട്. ഭാര്യ വീട് ഇവിടെ അടുത്താ, മണ്ണഞ്ചേരി. ചേട്ടനും ആപ്പീസ് പണിക്കാരാ. 2 കുട്ടികളുണ്ട്. പുള്ളിക്കാരൻ വീടൊക്കെ വെച്ചു. ഇവൻ പെണ്ണ് കെട്ടിയിട്ട് വേണം അവർക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ. മമ്മദിക്ക ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു. മോളെ വിളിക്ക്. ഇവർ കണ്ടിട്ട് പോകട്ടെ ശാരദെടുത്തി. അമ്മ അകത്തേക്ക് പോയി. ഞാൻ അടുത്തുള്ള ഡയറി ഫാമിൽ നിന്നും പാല് വാങ്ങിച്ചു കൊണ്ടുവന്നു. അശ്വതി ചേച്ചി ചായ തിളപ്പിച്ചു. താര ചേച്ചി 3 ഗ്ലാസ്സിലേക്ക് ചായ പകർത്തി ഒരു പ്ലേറ്റിൽ നിരത്തി വച്ചു. അപ്പോഴേക്കും അമ്മ എത്തി. അശ്വതി ചേച്ചിയെ കൊണ്ട് ചായ പ്ലേറ്റ് എടുപ്പിച്ചു. അമ്മ മുമ്പേയും ചേച്ചി പുറകെയും ചെന്നു. കതകിന്റെ പിന്നിൽ ഞാൻ മറഞ്ഞു നിന്നു. ചേച്ചിയുടെ കയ്യിൽ നിന്നും അവർ ചായ വാങ്ങി കുടിച്ചു. ചെറുക്കൻ ചേച്ചിയോട് എന്തോ ചോദിച്ചു. നാഥാ, നിനക്കിഷ്ടമായോ? താര ചേച്ചി ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല. അമ്മയോട് യാത്ര പറഞ്ഞ് അവരിറങ്ങി. വഴിയിലെത്തിയ മമ്മദിക്ക കൂട്ടത്തിൽ വന്നവരെ പറഞ്ഞു വിട്ടിട്ട് തിരികെ വരുന്നു. വല്ലതും മറന്നുവെച്ചോ? ഞാൻ കസേരയിലേക്ക് നോക്കി. അവിടെ ഒന്നും മറന്നു വെച്ചിട്ടില്ല. മമ്മദിക്ക നേരെ കയറി വന്നിരുന്നു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു. ശാരദയെടുത്തി, അവർക്ക് പെണ്ണിനെ ബോധിച്ചു. നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. ഞങ്ങളുടെ കൈവശം വലുതായിട്ടൊന്നുമില്ല മമ്മതേ. വലുതായിട്ടൊന്നും കൊടുക്കണ്ട. വലിയ ഡിമാൻഡൊന്നും അവർക്കില്ല. സ്ത്രീധനമായി ഒരു പൈസ പോലും വേണ്ട. 4 പേര് കണ്ടാൽ പഴിക്കാത്ത രീതിയിൽ ഇത്തിരി പൊന്നു വേണം. വേറെ ഡിമാൻഡുകളൊന്നും അവർക്കില്ല. ചെറുക്കന് അച്ഛനും ഒരു ചേട്ടനും ഒരു സഹോദരിയുമാണുള്ളത്. അമ്മ ചെറുപ്പത്തിലേ മരിച്ചതാ. സഹോദരിയാണ് മൂത്തത്. വിവാഹവും കഴിഞ്ഞു. 2 കുട്ടികളുമുണ്ട്. പറയത്തക്ക മറ്റു പ്രാരാബ്ദങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റിയ ബന്ധമാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. മമ്മദിക്ക് പോണതും നോക്കി ഞങ്ങൾ നിന്നു. അപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ ശാന്തയിടത്തെയും വടക്കേ കുറ്റിയിലെ രേവതി ചേച്ചിയും കയറി വന്നു. അശ്വതിയെ കാണാൻ വന്ന ചെക്കനെ ഞങ്ങൾ കണ്ടാർന്നു. നല്ല പയ്യൻ. നമ്മുടെ അശ്വതിക്ക് നന്നായി ചേരും. 2 പേരും കൂടി നിന്നാൽ ആങ്ങളെയും പെങ്ങളും ആണെന്നേ പറയൂ. എനിക്കിഷ്ടപ്പെട്ടു. ശാന്തയിടത്തി പറഞ്ഞത് നേരാ. എനിക്കും ഇഷ്ടപ്പെട്ടു. രേവതി പറഞ്ഞു. നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് രേവതി. പെണ്ണിന് വയസ്സ് 24 താരയ്ക്ക് 21. ഇനിയും നിർത്തിക്കൊണ്ട് നിൽക്കുന്നത് ശരിയല്ല ശാരദയെടുത്തി. എത്രയും പെട്ടെന്ന് നടത്തുന്നതാ നല്ലത്. ശരിയാ, പക്ഷെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ ശാന്തേ? എല്ലാം ശരിയായിട്ട് നടത്താനിരുന്നാൽ ഈ ജന്മം കല്യാണം നടക്കില്ല ശാരദയെടുത്തി. നിലം കുറച്ച് വിറ്റിട്ടാണെങ്കിലും കല്യാണം നടത്തുന്നതാ നല്ലത്. ആലോചിക്കട്ടെ. അപ്പോഴേക്കും താര ചേച്ചി 2 ആൾക്കും ഓരോ ഗ്ലാസ് ചായ കൊടുത്തു. വേണ്ടാർന്നു. ഏതായാലും കൊണ്ടുവന്നതല്ലേ, കുടിച്ചേക്കാം. 2 പേരും ചായ കുടിച്ചിട്ട് പറഞ്ഞു. ചേച്ചി, മീൻ വാങ്ങിയത് ചട്ടി കിടക്കുക. എന്നാ ഞങ്ങളങ്ങോട്ട്. ഓ, ശരി ശരി.
ശാന്തയുടെയും രേവതി ചേച്ചിയും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്മയും മക്കളും കൂടി ഒരു വട്ടമേശ സമ്മേളനം നടത്തി. പലതും പറഞ്ഞെങ്കിലും ഒരു തീരുമാനത്തിലും എത്താൻ കഴിഞ്ഞില്ല. അവസാനം ഷാജി മാമനും ശുഭമാമിയും വന്നിട്ട് എന്തെങ്കിലും തീരുമാനിക്കാമെന്ന് പറഞ്ഞു. വട്ടമേശ സമ്മേളനം അവസാനിപ്പിച്ചു. അപ്പോഴതാ ആരോ പറഞ്ഞു വിട്ടതുപോലെ മാമനും മാമിയും വരുന്നു. അമ്മേ, മാമനും മാമിയും വരുന്നു. താരചേച്ചി പറഞ്ഞത് കേട്ട് പുറത്തേക്ക് നോക്കി. മാമനും മാമിയും കയറി വരുന്നത് കണ്ട് എല്ലാവരും എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. എന്നിട്ട് അവരെയും കൂട്ടി അകത്തേക്ക് വന്നു. അവരുടെ കൂടെ അക്ഷരയും ഉണ്ടായിരുന്നു, മാമന്റെ ഒരേയൊരു മോൾ. വട്ടമേശ സമ്മേളനം പുനരാരംഭിച്ചതുപോലെയായി. അക്ഷരമോളെ കൂട്ടി ചേച്ചിമാർ അടുക്കളയിലേക്ക് പോയി. അമ്മ അശ്വതി ചേച്ചിയെ പെണ്ണു കാണാൻ ചെറുക്കൻ വന്ന കാര്യം പറഞ്ഞു. ചേച്ചി, ഞങ്ങൾ വരുന്ന വഴിക്ക് അറിഞ്ഞു. ആര് പറഞ്ഞടാ? അത് മമ്മതിക്ക് തന്നെയാ പറഞ്ഞത്. കേട്ടിടത്തോളം തരക്കേടില്ലാത്ത ബന്ധമാണെന്ന് തോന്നുന്നു ചേച്ചി. ശുഭ പറഞ്ഞത് നേരാ ചേച്ചി. ശുഭയ്ക്ക് ചെറുക്കനെയും ബന്ധുക്കളെയും ഒക്കെ നന്നായിട്ട് അറിയാം. കല്യാണം നടത്തണമെങ്കിൽ ചെലവില്ലേ ഷാജി? കാര്യമായിട്ടൊന്നും കയ്യിലില്ലെന്ന് നിനക്കും അറിയാമല്ലോ. ചേച്ചി, വച്ച് താമസിപ്പിക്കുന്നത് നന്നല്ല. അളിയനും ഇല്ലാത്തതാ. താരമോളും പ്രായമായി വരികയാ. 2 വർഷം കൂടി കഴിഞ്ഞാൽ പെണ്ണിന്റെ പ്ലാൻ മാറും. വരുന്നവർ ഇളയവളെ ചോദിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ചേട്ടാ? ശുഭ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. അവൾ പറഞ്ഞത് നേരാ ചേച്ചി. അതുകൊണ്ട് നമുക്കിതങ്ങോട്ട് ഉറപ്പിക്കാം. മമ്മദിക്ക അടുത്ത ഞായറാഴ്ച ചെറുക്കന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൈവശം കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും ഒരു 10 പവനെങ്കിലും കൊടുക്കണ്ടേ? ചേച്ചി, 2 ഏക്കർ നിലമില്ലേ? അതിൽ 1 ഏക്കർ കൊടുക്കാം. പോരാതെ വരുന്നതിന് സഹായിക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ? ഏതായാലും പെണ്ണിനെ ഇറക്കി വിടാം. അടുത്ത ഞായറാഴ്ച അവിടെ വരെ പോയി നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. അടുത്ത ചിങ്ങത്തിൽ കല്യാണം നടത്താം. അപ്പോഴേക്കും 2 ചേച്ചിമാരും അക്ഷരമോളെയും കൂട്ടി ഞങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വന്നു. അമ്മേ, എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി ഊണ് കഴിച്ചിട്ട് സംസാരിക്കാം. ശരി മക്കളെ, വിളമ്പി വെക്കി. ഷാജി, ശുഭേ, കൈ കഴുകിയിട്ട് വാ. ശരി ചേച്ചി, ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യം. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.